ജയിച്ച് അധികാരമേറ്റ് 2 മാസത്തിനകം തന്നെ വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ അവിടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, സമൂലമായ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുക. തിരുവനന്തപുരത്ത് ഒരു 30 വർഷം ജീവിച്ച എനിക്കറിയാം, അവിടെ ഒരൊറ്റ മേയർ പോലും ഭവന പദ്ധതിക്ക് ബജറ്റിൽ പണം വക കൊള്ളിച്ചിരുന്നില്ല. ഇപ്പം ആ മാതിരിയുള്ള അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പാക്കാനുള്ള ഒരു ബജറ്റുമായിട്ട് വന്നിരിക്കുകയാണ് വി രാജേഷ്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള വീട്, അടച്ചുറപ്പുള്ള വീട്, അവിടെ വീടില്ലാത്തവർക്കെല്ലാം കൊടുക്കുമെന്നുള്ള അതിൻ്റെ കണക്കെടുപ്പും കഴിഞ്ഞു. എത്ര പേർക്കാണ് ആവശ്യം? എത്ര പേരെ? 20,000 പേർക്കാണെന്നുള്ള കണക്കെടുപ്പും കഴിഞ്ഞിട്ട് നിമിഷങ്ങൾക്കകം അവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കുകയാണ് കോർപ്പറേഷൻ തന്നെ. ഇനിയും പുറത്തു പോയി കടത്തിണ്ണയിൽ കിടക്കേണ്ട ഗതികേട് തിരുവനന്തപുരത്തുകാർക്ക് വരാത്ത വിധത്തിലുള്ള അതുപോലെയുള്ള നല്ല മാതൃകകൾ, അതിനുള്ള ഫണ്ടെല്ലാം കേന്ദ്രത്തിലുണ്ട്. അത് വാങ്ങിക്കണം. അവിടെ ചുമ്മാതെ വെറും പൊങ്ങച്ചങ്ങളും അല്പത്തങ്ങളും പറഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്ന ഒരു സമ്പ്രദായം കാണിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കാണിച്ചു കൊടുക്കുന്ന ഒരു പാഠവും പദ്ധതിയും അതുപോലെ താക്കീതുമല്ലേ ഇത്? തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ വലിയൊരു തുടക്കം കേട്ടോ. അതിനകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഇത് പുതിയ ബഡ്ജറ്റ്, ഇത് വലിയ ചർച്ചയാണ്. കേരളം മൊത്തം ആ ഒരു കോർപ്പറേഷൻ ഇത്തരത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാമോ, ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് ചർച്ച വന്നിട്ട് വലിയ കാര്യമാണ്, നിസ്സാര കാര്യമല്ലത്. അതിനുശേഷം ഇപ്പം ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്തുള്ള വികസനമാണല്ലോ. അതിനകത്ത് നരേന്ദ്രമോദി ശ്രദ്ധിച്ചത് അവിടെ കൊണ്ടാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ജനത്തിന് അവൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണം. ജനത്തിന് ഓരോരുത്തർക്കും ഓരോ ജനത്തിൻ്റെയും പുരോഗതിയാണ് ആ രാജ്യത്തിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ ചെറുപ്പക്കാർ ആണ് ആ രാജ്യത്തിൻ്റെ ശക്തി. ഇതൊക്കെ നമ്മളെ അടുത്ത് പറയുകയും അവർക്ക് ശക്തി കൊടുക്കുകയും അവർക്ക് ശക്തി കിട്ടാൻ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരുത്തര് വീട് വേണം, ഭക്ഷണം വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. എന്നാലേ അവന് കരുത്തോടുകൂടി അവന് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ ഈ രാജ്യത്ത് ജോലി ചെയ്താൽ ആ ജോലി ഈ രാജ്യത്തിൻ്റെതായി മാറുകയാണ്. അപ്പം ഇവിടെ ഇപ്പം നോക്കിയപ്പോൾ കോർപ്പറേഷൻ നോക്കിയപ്പോൾ മോദി പറഞ്ഞത് അതേ രീതിയിലാണ്. ഈ പറഞ്ഞ ഇത്രയും നാളായിട്ട് നമ്മൾ പറയാം തിരുവനന്തപുരമാണ് തലസ്ഥാനമാണ്, അവിടാണ് എല്ലാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒന്നും ഇല്ലപ്പാ. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് 20,000 പേർക്ക് വീട് വേണം. 20,000 പേര് വീടില്ലാത്തവരുണ്ട്. 2,000 പേർക്ക് വീട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആര് കൊടുക്കാൻ തീരുമാനിക്കുന്നു? നഗരസഭയിലുള്ള ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് ഇനി നഗരസഭ കൊടുക്കും. ഒരുത്തൻ്റെ പൈസ ഇല്ലേലും കൊടുക്കും. മനസ്സിലാവുന്നുണ്ട്? എന്നിട്ട് മോദിയുടെ പടവും വയ്ക്കും. എന്തോ ചെയ്യണം? ഇതുവരെ ഈ പല ആനുകൂല്യങ്ങളും കിട്ടാൻ ഞാൻ എന്തോന്നറിയാം, മോദിയുടെ പടം അല്ലെങ്കിൽ മോദിയുടെ പേര്, കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്ര ഒക്കെ വരും. അതുകൊണ്ട് നീ അവയുടെ മുദ്രയും അവന്റെ പടവും വേണ്ട, നീ അങ്ങ് ഇത് അനുഭവിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സംഭവമേ ഇല്ലാത്തൊരു ഇതിപ്പോ കൊണ്ടുവരിക. ആരുടെയും പൈസ വേണ്ട. ഒരു നഗരസഭയ്ക്ക് അതിനകത്ത് താമസിക്കുന്നവന് വീടില്ലാത്തവന് വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഒരാളുടെയും പൈസ വേണ്ട, അതിനുവേണ്ടിയുള്ള കരുത്ത് ഞങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ ഒരു നഗരസഭ ചെയർമാൻ അല്ലെങ്കിൽ ഒരു മേയർ, ഇന്ന് അടുത്ത മേയർ കേരളത്തിലെ ആള് തന്നെ. അതുപോലെ തന്നെ ഭക്ഷണം 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം തൊഴിൽ കൊടുക്കും. ഏത് കോർപ്പറേഷൻ ബജറ്റ് തന്റെ അടുത്ത് പറയല്ലേ? ചോദ്യം വരുന്ന നിസ്സാരമല്ല. ഒരു ജോലി ഇല്ലെങ്കിൽ എന്തിയുടെ ജോലിയും ചോദിക്കും. മനസ്സിലായി? ചോദിക്കാൻ ആളുണ്ടല്ലോ. ആരാ CPM മോശമാണോ അവിടെ, അല്ലെങ്കിൽ കോൺഗ്രസ് മോശമാണോ? അതുപോലെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിശക്കണ്ട നീ. ഇനി 20 രൂപ ആർക്കാ 2 പേരുടെ കൈ നീട്ടിയാൽ ഭിക്ഷക്കാരന് കിട്ടും. 10 രൂപ കുറച്ചപ്പോൾ ഒരാൾ ഭിക്ഷ കൊടുക്കത്തില്ല, ആ ഭക്ഷണത്തിലുള്ള കാശ് കിട്ടത്തില്ല. അപ്പോൾ ഇത് വല്ലാത്തൊരു നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അത് തുടക്കം തന്നെയാണ്. RC പറഞ്ഞതുപോലെ, അതിനുശേഷം പ്രധാനമന്ത്രി കൊണ്ടുപോയി ക്ലാസ് എടുത്തതുപോലെ ജനങ്ങളുടെ കൂടെ RC പറഞ്ഞ ഇതൊരു മാറ്റമാണ്, ഞങ്ങൾ അതിനൊരു അവസരം കൊടുത്തു. അപ്പം രാജേഷ് ഏൽപ്പിച്ചതും BJPക്ക് എനിക്കൊന്ന് കൃത്യമായിട്ടുള്ള ആളിനെ തന്നെയാണ്. BJP ഏൽപ്പിച്ച അയാളതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം രാജേഷ് അതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇത് എന്തിന് ഈ ഷോക്കേസ് ആണല്ലോ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇപ്പം നേമമായാലും വട്ടിയൂർക്കാവായാലും തിരുവനന്തപുരം സെൻട്രൽ ആയാലും കഴക്കൂട്ടം അല്ലേ, കഴക്കൂട്ടം, ഇതൊക്കെ വട്ടിയൂർക്കാവ്, ഈ 4 സീറ്റുകൾ BJP അല്ലെങ്കിൽ BJP MLA-മാരുണ്ടാകുന്നതിന് പ്രയാസമില്ല. കാരണം BJP വന്നാൽ നടക്കുമോ, BJP വന്നാൽ സാധിക്കുമോ, BJPക്ക് ഇതൊക്കെ കഴിയുമോ? BJPക്ക് ഇതിനപ്പുറം കഴിയും, കൗൺസിലർമാർക്ക് കഴിയുന്നു ഇത്. അപ്പോൾ ഒരു MLA വന്നാൽ, MLA ഏൽപ്പിച്ചാൽ പലതും കഴിയും. ഇതിനു മുമ്പ് ഒരു രാജഗോപാൽ വന്നു, അദ്ദേഹം
പ്രായാധികം കൊണ്ട് സംഭവിച്ചാണ്, അദ്ദേഹം വേണ്ടാന്ന് തീരുമാനിച്ച് പോയതാണെന്നൊക്കെ ജനത്തിന് ബോധ്യം വരുന്ന രീതിയിലേക്കുള്ള രാജേഷിന്റെ പ്രവർത്തനം. അതായത് അമിത്ഷാ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്, ഈ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഗുജറാത്തിലെത്തിയതും ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയിലെത്തിയതും ഇവിടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ കേരളം പിടിക്കണം എന്നുള്ളത് ഒരു പക്ഷേ ആ രീതിയിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് രാജേഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ വീടില്ലാത്ത അല്ലെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് വലിയ ജനവിഭാഗമുണ്ട്. ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്ന് ജോലി സംബന്ധമായി വന്ന ആൾക്കാരാണ് ഈ നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ചെന്നാൽ ശരിക്കും തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു വില്ലേജ് തന്നെയാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ ദൈനംദിനം ജോലി ചെയ്താൽ മാത്രമേ അവരുടെ ഉപജീവനം നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ളതോ ഒക്കെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നടന്നു കയറാനുള്ള ഒരു പാലം ഇട്ട് കൊടുക്കുകയാണ് വി രാജേഷ്. നിങ്ങൾ ഇത്ര കാലമായിട്ട് ഇവിടെ നിന്നിട്ട് വീടില്ലേ, നിങ്ങളുടെ കൗൺസിലർമാർ ഇത് ചെയ്തില്ലേ? അപ്പോൾ കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ആ കോർപ്പറേഷൻ ഭരിച്ച CPM അത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവർ വോട്ട് ബാങ്കിന് വേണ്ടി വീടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു താൽക്കാലിക ജോലി കൊടുക്കും. അപ്പോൾ ആ കുടുംബം കമ്മിറ്റഡ് ആവും, കാരണം ഈ പാർട്ടിക്ക് വോട്ട് കൊടുക്കാനായിട്ട്. അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അതിൽപ്പെട്ട ആളുകൾക്ക് വേറെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് സഹായം ചെയ്തു കൊടുക്കുകയാണ്. മാത്രമല്ല ഇതുവരെ നമുക്ക് മുമ്പ് രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ എത്ര പദ്ധതി ഉണ്ട്, ഇന്ദിരാഗാന്ധി യോജന എന്ന് പറഞ്ഞിട്ട്, അല്ലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ, മഹാത്മാഗാന്ധിയുടെ പേരിൽ, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ PM എന്ന് പറഞ്ഞിട്ടൊരു പേര് വെച്ചാൽ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഒരു പേര് വെച്ചാൽ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീടിന് അംഗീകാരമില്ല, അല്ലെ യോഗ്യത ഇല്ല എന്ന് പറയുന്നു. പക്ഷേ കാലം മാറിയെന്ന് മാത്രമല്ല, ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണാധികാരി ജനങ്ങളോട് പറയണം, ഞങ്ങൾ ഇതിനായിട്ടുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗ വൃന്ദം തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ എടുത്ത് ഒരു ആവശ്യവുമായിട്ട് ഒരു ജനം ചെന്നാൽ, അല്ലെ ജനങ്ങൾ ആരെങ്കിലും ചെന്നാൽ അവർക്ക് വേണ്ടിയിട്ട് BJP കൗൺസിലർമാർ വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാരുടെ മുമ്പിൽ ഇതേ ആവശ്യവുമായി അവിടുത്തെ ജനങ്ങൾ ചെല്ലും. അങ്ങനെ ജനങ്ങൾ ചെന്നാൽ അതിനെ മറികടക്കാൻ കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷൻ ഭരണത്തിലൂടെ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രയാണത്തിലാണ് BJP. അഹമ്മദാബാദിൻ്റെ ഭരണം, കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് ശേഷമാണ് ഗുജറാത്ത് BJPക്ക് പിടിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു നടന്നുകയറ്റം ഇവിടെ സാധിക്കുന്നു. ഇവിടെ ഒരു കോർപ്പറേഷൻ്റെ മേയറായ VV രാജേഷിനെ ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാർക്കും അറിയാം. ഇതിനു മുമ്പ് അങ്ങനെ അറിയില്ല. രാജേഷ് എന്ന് പറയുന്ന ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ VV രാജേഷിനെ അറിയാം. പിന്നീട് അദ്ദേഹത്തെ ഇടയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും VV രാജേഷ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറി. ഒരു കോർപ്പറേഷൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ജനസ്വീകാര്യത നേടിയെടുക്കാൻ സാധിക്കും? ഏതൊരു മനുഷ്യൻ്റെ അടുത്തും ആ കാര്യങ്ങൾ വളരെ ക്ഷമയോടെ കേൾക്കുന്നു. മാത്രമല്ല ഒരു പ്രതികരണ നിലപാടെന്ന് പറയുന്നത് എടുത്തടിക്കുന്ന പോലെയല്ല, അവരെ വെല്ലുവിളിക്കുന്ന പോലെയല്ല, എല്ലാം കേൾക്കാനും അബ്സോർബ് ചെയ്യാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും. അതാണ് VV രാജേഷിന്റെ പ്രത്യേകത. അത്തരത്തിൽ ഒരു മേയർ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അത് CPMനും കോൺഗ്രസിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി തന്നെയാണ്. ഇത്തരം ജനപ്രിയമായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു നൽകാൻ ഞാൻ തയ്യാറാണ്. ഈ ഇവിടം ഭരിക്കുന്ന തിരുവനന്തപുരത്തെ ഭരണസമിതി, അതായത് കോർപ്പറേഷൻ്റെ ഭരണസമിതി തയ്യാറാണ്. ഞങ്ങൾക്ക് എല്ലാ പിന്തുണയുമായിട്ട് കേന്ദ്ര സർക്കാരുണ്ട്. അതെല്ലാം ജനങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് കള്ളത്തരമാണ് അവർക്ക് പറയാൻ പറ്റുക, എന്ത് കള്ളത്തരം കോൺഗ്രസ് വെക്കാൻ പറ്റും? ഇപ്പോൾ CPMൻ്റേതായിട്ട് പുറത്തു വരുന്ന വാർത്ത, തിരുവനന്തപുരത്ത് CPM ജില്ലാ സെക്രട്ടറി അടക്കം സിറ്റിംഗ് MLAമാരെല്ലാം തന്നെ ഇത്തവണ മത്സരിക്കണമെന്നാണ്. അതായത് വലിയ വെല്ലുവിളി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൊണ്ട്, ഇനി ഇപ്പുറത്ത് VV രാജേഷിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനം കൊണ്ട് BJPയുടെ ഭാഗത്തു നിന്ന് വെല്ലുവിളി ഉണ്ടാകും. അതുകൊണ്ട് അതിനെ നേരിടാൻ ഇപ്പോഴേ CPM തയ്യാറായിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു കോർപ്പറേഷൻ്റെ ഭരണം നേടി 2 മാസത്തിനുള്ളിൽ BJPക്ക് എത്ര വലിയ വേരോട്ടം നടത്താൻ കഴിയും, എത്ര വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കാൻ കഴിയും, ജനങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയുമെന്നൊക്കെ കോർപ്പറേഷൻ മേയറായ VV രാജേഷ് തെളിയിച്ചു എന്നാണ് ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും CPMകാർ മാത്രം തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ മതിയെന്നാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. അതുപോലെ തന്നെ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞു, സിനുജി പറഞ്ഞു, ചെങ്കൽ ചൂള കോളനിയെക്കുറിച്ച്. ചെങ്കൽ ചൂളയിൽ അവർ ഫ്ലാറ്റ് സ്ഥാപിച്ചതേ ഉള്ളൂ. അവരുടെ ജീവിത നിലവാരം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. പഠിക്കാൻ പോലും പണമില്ലാഞ്ഞ ഒരാളുടെ കഥ ഞാൻ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞതാണ്. പഠിക്കാൻ പോലും പണമില്ലാതെ ഒരു ജയിലിൽ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എവിടെയാണ് താമസിക്കുന്നത്? ചെങ്കൽ ചൂള കോളനി. ആൻ്റണി വെച്ചു കൊടുത്തതാണ്, പക്ഷേ ജീവിത ഗുണനിലവാരം ഒട്ടും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കരിമഠം കോളനി, അതുപോലെ വളരെ 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 ജീവിത നിലവാരം താണ നിലയിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. കടത്തിണ്ണയിൽ ഉറങ്ങുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അന്തി ചായുമ്പോൾ വന്നു കിടക്കാൻ ഒരിടം, കെട്ടുറപ്പുള്ള ഒരു വീട്, ആ ഒരു സംരംഭം വളരെ ശ്ലാഘനീയമാണ്. ആഹാരം, റൊട്ടി, കപ്പട അവർ മകാൻ എന്നാണല്ലോ. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഊന്നിയിട്ടുള്ള ഒരു വികസനം നടപ്പാക്കുന്ന ഒരു ബജറ്റ് തിരുവനന്തപുരം നഗരസഭ
കാണുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് തന്നെ എനിക്ക് എൻ്റെ ഒരു 30 വർഷത്തെ ബോധ്യത്തിൽ പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.